അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഞാനപ്പോൾ കുക്ക് ചെയ്യുന്ന മാത്രം വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് കുറേ പണിയുണ്ട്, ചെടികൾ വെക്കാനുണ്ട്, ചെടികളൊക്കെ ഒന്ന് മാറ്റി പറക്കി വെക്കാനുണ്ട്, ചട്ടികളൊക്കെ ഇന്നലെ കുറച്ച് മുറ്റൊക്കെ ശരിയാക്കി നന്നാക്കിയിരുന്നു. അപ്പോൾ ഇനി ചെടികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറക്കി വെക്കാനുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ഓണാക്കി വെച്ചിട്ട് പണികളൊന്നും എൻ്റെ ഒരു വശത്തിന് അങ്ങോട്ട് കിട്ടണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് കുക്ക് ചെയ്യണ മാത്രം നമുക്ക് വീഡിയോയിൽ ഇടാമെന്ന് കരുതി. അപ്പോൾ ഞാനിതാ പരിപ്പും പടവലങ്ങയും കൂടെ തേങ്ങ അരച്ച് കറി വെച്ചതാണ്. അത് ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ ഇട്ടിക്കണമെന്ന് തോന്നുന്നു. അതാണ് ഞാൻ ഫുള്ളായിട്ട് എടുത്തില്ല കേട്ടോ. ഇത് ചേന നല്ലോണം കഴുകിയിട്ട് നല്ലോണം കഷ്ണങ്ങളാക്കുക. എന്നിട്ട് കഴുകിയിട്ട് ശേഷം ആ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസലിന് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇത് നല്ല വേവണ ചേനായി ഒറ്റ വിസലിന് നല്ലോണം വെന്ത് ഉടഞ്ഞ് ഉപ്പേരി കൂട്ടാനായി എന്ന് പറയാം. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശക്കുള്ള ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. രാവിലെ നമുക്കൊരു തിരക്കല്ലേ, ആ ഓട്ടപ്പാച്ചലിൻ്റെ അടുക്ക് ചിലതൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വറവിട്ടിട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് രസം ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് നല്ല ജലദോഷം ഉണ്ട്. അപ്പോൾ ജലദോഷത്തിനൊക്കെ പറ്റിയൊരു രസമാണിത്. ഞാൻ എപ്പോൾ ജലദോഷം വരുമ്പോൾ ഇങ്ങനെ രസം ഉണ്ടാക്കല കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് അതുണ്ടാക്കാൻ. അപ്പോൾ ഇത് ചേന വറവിടാൻ വേണ്ടിയിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. 2 മണി കടുക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ല പൊട്ടിപ്പൊരിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് തോനെ ചെറിയ ഉള്ളി, കുറച്ച് വറ്റൽമുളക്, ഒരു 2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, അത് നല്ലോണം ചോപ്പറിലിട്ട് അടിച്ചതാണ്. അത് ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചേന ഇട്ട് കൊടുത്താൽ നമ്മൾ ചേനക്കൂട്ടാനും റെഡി ആയിട്ടാ. നമുക്കിത് ആ രസം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, നമ്മളെ പച്ചമല്ലി, കുറച്ച് ചെറിയ ജീരകം, ഇത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ചതക്കാൻ പാടില്ല. സാധാരണ നമ്മൾ മറ്റേ രസത്തിനൊക്കെ ഒന്ന് ചതക്കല്ലേ ചെയ്യല്ലേ, അത് നമ്മൾ മല്ലി ഇടൂല അല്ലേ. പക്ഷെ ഇതിന് നല്ലോണം ഈ ഒരു രസത്തിന് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചിട്ട് തരണം കേട്ടോ. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 മണി കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിപ്പൊരിഞ്ഞിട്ട് വന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണം നമ്മളെ കറിക്കായം ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്ന്. ഈ 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ കൂട്ട് അതിലൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഞാൻ തക്കാളിയും പുളിയും കൂടെ നല്ലോണം വേവിച്ചിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കണ്. ആ വെള്ളം കൂടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ നമ്മളെ രസം റെഡി ആയിട്ടാണ്. ഇത് നല്ല ഒരു എന്താ പറയുക, നല്ല എരും പുളിയൊക്കെ ഉണ്ടാവും. ഇത് ഞാനിടക്ക് എന്താ പറയുക ജലദോഷമൊക്കെ വരുമ്പോൾ ഉണ്ടാക്കണതാണ്. ഇനി നല്ല ഒന്ന് തിളച്ചോട്ടെ. എന്താണെന്ന് വെച്ചാൽ അല്ലാത്ത രസമൊക്കെ നമ്മൾ ഇത്ര തിളപ്പിക്കൂല, അതിൻ്റെ മണമൊക്കെ പോകുമെന്ന് വെച്ചിട്ട്. ഇത് നല്ലൊരു മണമാണ് കേട്ടോ. അങ്ങനെ രസം വെക്കുമ്പോൾ എന്താ പറയുക, നല്ലൊരു ആ മല്ലിൻ്റെയും കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെ ഒക്കെ മണം നല്ലൊരു മണമാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. അതിൻ്റെ ശേഷം 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില, അത് ഏത് മല്ലിയില ആയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്നതില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്ന മറ്റേ നീളത്തിലുള്ള ഇലല്ലേ, അത് കുറച്ചിട്ടിട്ട് ഇതാണ് ഇന്നത്തെ കറികൾ.